എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ? അപ്പോൾ മാളികപ്പുറം ടീമിൻ്റെ മറ്റൊരു സിനിമ വരുന്നു, സുമതി വളവ്. നമുക്ക് കേട്ടിട്ടുണ്ടാവും സുമതി വളവ്. അതായത് പേടിപ്പിക്കുന്ന ഒരു ഭീകര ദൃശ്യമുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും പേടി വരുന്ന ഒരു വളവാണ് സുമതി വളവ്. അതായത് MC റോഡിലെ കാരേറ്റിൽ നിന്ന് പാലോട് പോകുന്ന റൂട്ടിൽ മൈലമൂട് എന്ന സ്ഥലത്തെ സുമതിയെ കൊന്ന വളവ് അഥവാ സുമതി വളവ് എന്ന് കേട്ടാൽ ചിലർക്കെങ്കിലും ഉള്ളിലൊരു ഭയം തോന്നും. കെട്ടുകഥയും അതിലെ കൗതുകമോർത്ത് ഇത് കേട്ട് ഭയക്കുന്നവരോട് പുച്ഛം തോന്നുന്നവരും ഉണ്ട് താനും. എന്നാൽ ഒറ്റയ്ക്കുള്ള ഒരു യാത്രയിൽ നട്ടുച്ചയ്ക്കാണ് എങ്കിലും സുമതി വളവ് കടന്നു പോകുമ്പോൾ അറിയാതെയെങ്കിലും സാധാരണക്കാരനായ ഒരുവന് പേടിയില്ലെങ്കിൽ കൂടിയും അവൻ്റെ ഹാർട്ട് ബീറ്റ് അല്പം കൂടുന്നത് അറിയാനാവും. ബൈക്കിനാണ് പോകുന്നതെങ്കിൽ അറിയാതെ തന്നെ ഹാൻഡിൽ പിടുത്തത്തിന് ശക്തി തനിയെ കൂടും. അത് ചിലപ്പോൾ ധൈര്യശാലികളവർക്ക് പുറമേ കാണുന്ന ഭയം കൊണ്ടാവണമെന്നില്ല. ആ സ്ഥലത്തിൻ്റെ കഥകൾ അറിയാവുന്നവരുടെ ഉപബോധ മനസ്സ് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന തിരിച്ചറിവ് തലച്ചോറിന് കൊടുക്കുമ്പോൾ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് സമ്മതിച്ചു കൊടുത്തവൻ്റെ ധൈര്യം ശരീരത്തിലേക്ക് എനർജി വേരിയേഷൻ വരുത്തുന്നതാണ്. ആകാശഗംഗ സിനിമ കഥയിലെ പോലെ ഏകദേശം 70 വർഷം മുമ്പ് കാമുകനാൽ വഞ്ചിക്കപ്പെട്ടു കൊലപാതകം ചെയ്യപ്പെട്ട സുമതി എന്ന ചെറുപ്പക്കാരിയുടെ ജഡം കിടന്ന സ്ഥലമാണവിടെ. കൊല്ലപ്പെടുമ്പോൾ ഗർഭിണി കൂടെ ആയിരുന്നു സുമതി. സുമതിയുടെ ഗതി കിട്ടാത്ത ആത്മാവ് ഇന്നും ആ വളവിൽ പതിയിരിപ്പുണ്ട് എന്നും അവൾക്ക് കൂട്ടായ വഴി വരുന്നവരുടെ പെടുമരണങ്ങളിലേക്ക് തള്ളിയിടാൻ സാധാ കാത്തിരിക്കുകയാണ് അവളെന്നുമൊക്കെയാണ് അവിടത്തുകാർ പറയുന്നത്. ഇതിന് 2 വശങ്ങളുണ്ട്. വഴി മോശമായതിനാലാണ് അപകടങ്ങൾ കൂടുന്നത് എന്ന് ഒരു പക്ഷവും, വനപ്രദേശമായതിനാൽ മരങ്ങളുടെ നിഴലും ശബ്ദങ്ങളും ഭീതി നിറഞ്ഞ ഒരു വന്യത പരത്തുന്നുണ്ട് എന്ന് മറ്റു ചിലർ പറയുന്നു. ചെറിയ കയറ്റമായതിനാൽ അമിത പേടിയും ക്യൂരിയോസിറ്റിയും കാരണം കൃത്യമായ ഗിയർ ഷിഫ്റ്റും നടക്കാത്തതാണ് വണ്ടികൾ ആ ഭാഗത്ത് എത്തുമ്പോൾ ഓഫായി പോകുന്നതിന് കാരണമെന്നും വിദഗ്ധർ പറയുന്നു. എന്തൊക്കെ ആയാലും മാളികപ്പുറത്തിന് ശേഷം വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൻ്റെ പേര് സുമതി വളവ് എന്നാണ്. പേരുമായി ബന്ധമുള്ള കഥ തന്നെയാണോ ചിത്രത്തിന്, അതോ വേറെ സുമതിയുടെ കഥയാണോ അല്ലെങ്കിൽ ഈ സുമതിയുടെ കഥയാണോ ഒന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് ചിത്രം വരുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ സുമതി വളവ് എന്ന ചിത്രത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.